ഹായ് ഹലോ ഡിയേഴ്സ്. അപ്പോൾ ഇന്ന് വെറുതെ നമ്മളൊരു സാൻഡ്വിച്ച് എൻ്റെ രീതിയിലൊരു പരീക്ഷണമാണ് കേട്ടോ. എത്രത്തോളം സക്സസ് ആവുമെന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ രീതിയിലൊരു സാൻഡ്വിച്ച് പരീക്ഷണമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ, ഹലോ ഡിയേഴ്സ്. അപ്പോൾ എന്തായാലും ഇൻട്രോ കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എന്താണ് ഇന്നത്തെ വീഡിയോ എന്നുള്ളത്. അപ്പോൾ അതെന്തായാലും നമ്മളൊരു തട്ടിക്കൂട്ട് ഒരു പരീക്ഷണാർത്ഥം എന്നുള്ള ലെവലിൽ ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ പോകും കേട്ടോ. ഞാൻ പല രീതിയിൽ സാൻഡ്വിച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ വെജിറ്റബിൾസ് ഇട്ടിട്ടുള്ള ഇങ്ങനത്തെ ഒരു സാൻഡ്വിച്ച് ഞാൻ ഇപ്പോഴാട്ടോ പരീക്ഷിക്കുന്നത്. പരീക്ഷണം എന്ന് കേട്ടപ്പോൾ തന്നെ ആദ്യക്ക് വല്ലാത്തൊരു വെപ്രാളമായി. ഈശ്വര, അമ്മേ നമ്മുടെ വയറ് കേട് വരുമോ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഭയങ്കര ടെൻഷനായി പോയി. ഞാൻ പറഞ്ഞു, വയറ് കേട് വരുത്തില്ല, നീ പേടിക്കണ്ട, അത്രയും ഒരു കോൺഫിഡൻസ് എനിക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ടോ. എന്തായാലും അവൻ എൻ്റെ മേലെ വിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഒന്നും ഇല്ലെങ്കിലും ഒന്നും അറിയത്തില്ലെങ്കിലും എനിക്ക് എൻ്റെ പേര് ഭയങ്കര കോൺഫിഡൻസ് ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും ശരി, നമ്മൾ വേഗം വെജിറ്റബിൾസ് എടുത്തിട്ട് തൊലിയൊക്കെ കളഞ്ഞ് ക്യാരറ്റ്, തക്കാളി, അതുപോലെ തന്നെ ബീട്രൂട്ട്, ഇത് 3 വെജിറ്റബിൾസ് ആട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതെന്തായാലും നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം എല്ലാം റൗണ്ടായിട്ട് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ക്യാരറ്റും അതുപോലെ തന്നെ ബീട്രൂട്ടും എടുത്തിട്ട് നമ്മൾ നന്നായിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് പുഴുങ്ങിയെടുക്കുന്നുണ്ട് കേട്ടോ. കാരണം പച്ചക്ക് ഇടുന്നത് ഇവിടെ ആർക്കും ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനൊന്ന് പുഴുങ്ങിയെടുക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ തക്കാളി നമ്മൾ റൗണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് പിന്നെ പുഴുങ്ങേണ്ട ആവശ്യമില്ല, അത് പച്ചക്ക് കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്താ, കുക്കുംബർ ഉണ്ടെങ്കിൽ കുക്കുംബറും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. കുക്കുംബർ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വേഗം അതൊന്ന് വേവിക്കാൻ വെച്ചിട്ട് അടുക്കളയിൽ ഇച്ചിരി മണമൊക്കെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട്, ദീപാവലിക്ക് അല്ലേ എന്ന് വിചാരിച്ചിട്ട് ഒരു സാമ്പ്രാണിയൊക്കെ കത്തിച്ച് വെച്ചു. അതുപോലെ തന്നെ കുറേ ദീപങ്ങളും കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. എന്തായാലും ദീപങ്ങളുടെ ആഘോഷമാണ് ദീപാവലി എന്ന് പറയുന്നത് പോലെ. അപ്പോൾ ദീപങ്ങളുടെ ആ ഒരു ഭംഗിയും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ മൺചിരാതിലും അല്ലാതെയൊക്കെ കത്തിച്ച് വെച്ചിരിക്കുന്ന ദീപങ്ങളൊക്കെ ഒന്ന് കാണിച്ചാണ് കേട്ടോ. ആ സമയം കൊണ്ട് നമ്മുടെ വെജിറ്റബിൾസ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഉടഞ്ഞു പോകാൻ പാടില്ല, ഒരുപാട് ഉടയാൻ പാടില്ല. ഒരു 3/4 വേവ് ആകുമ്പോൾ നമ്മളത് വെള്ളം ഒന്ന് വാറ്റിയിട്ട് വെക്കണം, ഒന്നുകൂടെ തണുക്കാൻ വെക്കണം കേട്ടോ. കാരണം നമ്മൾ ഗ്രില്ല് ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായിട്ട് അങ്ങ് ചീഞ്ഞു പോവും, അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും അതിനിടയ്ക്ക് നമ്മുടെ വീട്ടിലേയും തൊട്ട് അപ്പുറത്തെ വീട്ടിലൊക്കെ കിട്ടുന്ന ലൈറ്റിംഗ് ഒക്കെ കാണിച്ചു തന്നാണ് നിങ്ങൾക്കും കൂടെ. അപ്പോൾ നമ്മളെന്തായാലും സാൻഡ്വിച്ച് ബ്രെഡ് തന്നെയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്കൊന്ന് മയണൈസ്, വീബയുടെ മയണൈസാണ് വാങ്ങിച്ചിരിക്കുന്നത് കേട്ടോ. ഏതൊരു ഫ്ലേവർ മയണൈസ് ആയിരുന്നു. അത് ആദ്യം ഒരു കോട്ട് പുരട്ടിയിട്ട് അതിലേക്ക് നമ്മൾ എന്തോ വാങ്ങിച്ചപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മളൊരു ഫയറിൻ്റെ, അതായത് നല്ല എരിയുള്ള ഒരു സോസ് ആയിരുന്നു കേട്ടോ. 2 പാക്കറ്റ് ഉണ്ടായിരുന്നുള്ളൂ. അത് വെച്ച് ഞാൻ ഇത്രയും സാൻഡ്വിച്ച് ഞങ്ങൾ ഒപ്പിച്ചെടുത്തു എന്നുള്ളത് വേണം പറയാൻ. അപ്പോൾ എന്തായാലും ശരി, നമ്മൾ ആ ഒരു സോസൊക്കെ ഒഴിച്ച് വെജിറ്റബിൾസൊക്കെ മുകളിൽ നിരത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ടൊമാറ്റോസും വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ചീസും കൂടി ഇട്ട ശേഷം നമ്മളൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കുക ചെയ്ത് കേട്ടോ. ആദ്യക്കുട്ടനും കൂടെ നല്ല കട്ടിങ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും. അപ്പോൾ ആദ്യക്കുട്ടനോട് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ അവൻ പറയണത് നന്നാവാതിരിക്കുമോ, ഞാനല്ലേ ഉണ്ടാക്കിയെന്നൊക്കെ കേട്ടോ ആശയം പറയുന്നുണ്ടായിരുന്നത്. എന്തായാലും വീട്ടിലെല്ലാവർക്കും നല്ലോണം ഇഷ്ടമായി കേട്ടോ. പിന്നെ അജുവേട്ടൻ കഴിക്കുന്നത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് അഭിപ്രായം പറയണേ. താങ്ക് യു സോ മച്ച്. ടാറ്റ ബൈ ബൈ. സീ യു. ചാനൽ സപ്പോർട്ട് ചെയ്യണേ.